ഹേ ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്സ് ആപ്പ്. കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ എല്ലാവരും, ഞാൻ യൂട്യൂബ് നോക്കുമ്പോഴൊക്കെ എല്ലാവരും പൊറോട്ടയും ഡൽഗോണ കോഫി അങ്ങനെ ഭയങ്കര കുക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ സ്ഥിരം ആയിട്ടുള്ള സാധനം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല തോന്നിയതുകൊണ്ട് പൊറോട്ട വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഭാഗത്തേക്കൊക്കെ ഉണ്ടോയെന്നറിയില്ല. ഞങ്ങളുടെ ഈ പാലക്കാടൻ ഭാഗത്തേക്കൊക്കെ ഇതിനെ കൈമൾ പൊറോട്ട അല്ലെങ്കിൽ കൈമ പൊറോട്ട, കീമ പൊറോട്ട എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ വെജിറ്റേറിയൻ വേർഷനാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും നോക്കുക, ഇഷ്ടമായ ട്രൈ ചെയ്യാം. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളൊരു കുറച്ച് ആവശ്യത്തിന് വലിപ്പമുള്ളൊരു നോൺ സ്റ്റിക്ക് പാനാണ്. നിങ്ങൾ എത്ര പൊറോട്ടയാണ് എടുക്കണതെന്നുള്ള അളവനുസരിച്ചിട്ട് നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് അത്യാവശ്യത്തിന് ഉള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഓൾമോസ്റ്റ് ഒരു 5 മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള പൊറോട്ടയാണ്, മീഡിയം അല്ല കുറച്ച് ലാർജ് ആയിട്ടുള്ള സൈസുള്ള പൊറോട്ടയാണ് എടുക്കണത്. അപ്പോൾ അതനുസരിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരുംജീരകമാണ് ഞാൻ ഇട്ട് കൊടുക്കണേ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്ഥിരം ആവശ്യമുള്ള സാധനം കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായി പൊട്ടി വരുമ്പോഴാണ് നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് വേണമെങ്കിൽ ചെറുതായി നുറുക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഒന്നൊരു 2 സെക്കൻഡ് ഒന്ന് കുക്കാവാൻ സമയിക്കുക. എന്നിട്ട് 2 മീഡിയം സൈസ്ഡ് സബോള ചെറുതാക്കി നുറുക്കിയത് ചേർത്ത് കൊടുക്കുക. സബോള ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് തരും. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ കുറച്ച് വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മുറിച്ച് കൊടുക്കുക. അപ്പോൾ അത് പച്ചമുളക് നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. കുറച്ച് നല്ലോണം എരിവ് ഇഷ്ടമുള്ള ആൾക്കാരെ വെച്ചാൽ ഒരു 2 to 3 പച്ചമുളക് വരെ ചെറുതാക്കി നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് ആവശ്യത്തിന് ട്രാൻസ്ലൂസൻ്റ് ആവണ വരെ കുക്ക് ചെയ്തതിന് ശേഷം നുറുക്കി വെച്ചിട്ടുള്ള 2 തക്കാളി ചേർത്ത് കൊടുക്കുക. 2 മീഡിയം സൈസ്ഡ് തക്കാളി കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ എരിവനുസരിച്ചിട്ടും പുളിപ്പനുസരിച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ എല്ലാം ഞാൻ പറയണൊക്കെ ഫുൾ മോഡറേറ്റ് ആയിട്ടുള്ള എരിവും മോഡറേറ്റ് ആയിട്ടുള്ള പുളിയെല്ലാം കറക്റ്റ് മോഡറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളെ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് മാറ്റാവുന്നതാണ്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒന്ന് കുക്കാവാൻ സമ്മതിക്കുക. ഈ റെസിപ്പിക്ക് നിങ്ങൾ ആപ്പിൾ തക്കാളി അല്ലെങ്കിൽ പുളിപ്പില്ലാത്ത തക്കാളി ആണെങ്കിലും ശരി, പുളിപ്പുള്ള തക്കാളി ആണെങ്കിലും ശരി, ഏതെടുത്താലും കുഴപ്പമില്ല. ഒന്ന് തക്കാളി ആയി വരുമ്പോൾ ഇനി നമ്മുടെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കണേ. പിന്നെ അടുത്തത് നമ്മുടെ എരിവിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആഡ് ചെയ്യണത് കാശ്മീരി ചില്ലി പൗഡറാണ്. നിങ്ങൾ സാധാരണ മുളക് പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് കുറവ് ഉപയോഗിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ ആദ്യം 1 സ്പൂൺ ആഡ് ചെയ്യുള്ളൂ. എനിക്ക് കാണുമ്പോൾ മതി തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാമല്ലോ. പിന്നെ നമ്മുടെ വലിയൊരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എനിക്ക് കുറച്ചും കൂടെ മല്ലിപ്പൊടി ആവാമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 3/4 ടേബിൾ സ്പൂൺ കൂടെ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നിങ്ങളുടെ എത്ര നിങ്ങൾ പൊറോട്ട എടുക്കണമെന്നനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഒക്കെ അളവ് വേരി ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഏകദേശം 4 മീഡിയത്തിനെക്കാളും കുറച്ചും കൂടി വലുതാണ്, ഭയങ്കര വലുതല്ല. അപ്പോൾ ആ സൈസ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇത്ര ആഡ് ചെയ്യണത്. ഇനി ഞാൻ അടുത്തത് മുറിച്ച് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, ഒരു 1/2 ക്യാപ്സിക്കം മുറിച്ച് വെച്ചതാണ് ചേർത്ത് കൊടുക്കണേ. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ക്യാപ്സിക്കം ഓപ്ഷണലായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഒന്ന് കുക്ക് ചെയ്യാൻ സമ്മതിക്കുക. ഒന്ന് കുക്കായി വരുമ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത് ഗരം മസാലയാണ് കേട്ടോ. അപ്പം ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 1.5 അല്ല 1.25 ഏകദേശം 2
ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇതാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ മസാലയൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് വരാൻ സമ്മതിച്ചതിന് ശേഷം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. ആ നേരം ഈ മസാല കുക്കായി വരുന്ന നേരം കൊണ്ട് നമ്മുടെ പൊറോട്ടയില്ലേ, നമ്മുടെ ബാക്കി വന്നിട്ടുള്ള പൊറോട്ട, തലേന്നത്തെ പൊറോട്ടയോ അല്ലെങ്കിൽ ബാക്കി വന്ന പൊറോട്ട ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിടുക. സ്ക്വയർ കഷ്ണങ്ങൾ പിച്ചി ഇടുക. അതാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത്. ഒന്ന് ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂൺ ഹോട്ട് ആൻഡ് സ്പൈസ് പറയില്ല, നമ്മുടെ ഹോട്ട് ആൻഡ് സ്വീറ്റ് എന്നൊക്കെ പറയില്ലേ, ഹോട്ട് ആൻഡ് സ്വീറ്റ് ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സാധാരണ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാകുമ്പോൾ ചെറിയൊരു എരിവ് വരുമല്ലോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ പൊറോട്ടയുടെ അളവനുസരിച്ചിട്ട്. ഇനി ഞാൻ കുറച്ച് വെള്ളം, ഒരു 2 to 3 ടേബിൾ സ്പൂൺ വെള്ളം ഞാനിങ്ങനെ ഒന്ന് തെളിച്ച് കൊടുക്കുകയാണ്. കാരണം നമ്മുടെ പൊറോട്ട ഇടുമ്പോൾ അതിലൊക്കെ ഒന്ന് പുരട്ടി വരണമല്ലോ നമ്മുടെ മസാല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം, ഒരു 2 to 3 ടേബിൾ സ്പൂൺ വെള്ളം ഞാനിങ്ങനെ തെളിച്ച് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ മസാല നല്ലോണം കുക്ക് ചെയ്ത് വന്നതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ പൊറോട്ട ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത്. അപ്പോൾ പൊറോട്ടയൊക്കെ ഒരു ആവശ്യത്തിന് നമുക്ക് കഴിക്കാൻ പറ്റണ ഒരു ഭയങ്കര ചെറുതാക്കേണ്ട ആവശ്യമില്ല, എന്നാൽ കറക്റ്റായിട്ടൊന്ന് പിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ എൻ്റെ പൊറോട്ട കഷ്ണങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടല്ലോ അല്ലേ എത്ര വലിയ സൈസാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതെന്ന്. പൊറോട്ട ഇപ്പോൾ എപ്പോഴും ഒരു ബാച്ചായിട്ട് ആഡ് ചെയ്യുക. കാരണം അപ്പോൾ നമുക്ക് പുരട്ടി എടുക്കാൻ എളുപ്പമുണ്ടാകും. അല്ലെങ്കിൽ കുറേ ആയിട്ട് ആഡ് ചെയ്താൽ പിന്നെ അടിയുന്ന ഒരു വലിയൊരു കയ്യിലെടുത്തിട്ടൊക്കെ ഇളക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ബാച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് അടുത്ത ബാച്ച് ആഡ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബാച്ച് ആഡ് ചെയ്യുക. അങ്ങനെ ഒരു 2-3 ബാച്ചിലായിട്ട് മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ലെയർ ആഡ് ചെയ്യണതിന് മുന്നേ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മേലെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടുത്ത ലെയർ ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ 4 പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അളവാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കൂടുതൽ പൊറോട്ട എടുക്കുകയാണെങ്കിൽ കൂടുതൽ മസാല ആഡ് ചെയ്യേണ്ടി വരും, കൂടുതൽ മുളക് പൊടി ആഡ് ചെയ്യേണ്ടി വരും. പിന്നെ ലാസ്റ്റാണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കണം കേട്ടോ. കാരണം നമ്മുടെ പൊറോട്ടയിലൊക്കെ ഉപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ഇത് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ചിലപ്പോൾ പറയാൻ പറ്റില്ല, നമ്മളെങ്ങാനും ആ മസാലയിൽ കൂടുതൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ പൊറോട്ടയുടെ ഉപ്പും ഇതെല്ലാം കൂടെ ആയിട്ട് നമുക്ക് എത്ര ഉപ്പ് വേണമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുള്ളൂ. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം നമ്മുടെ പൊറോട്ടയിലൊക്കെ ഈ മസാല ഒന്ന് നന്നായി പിടിച്ച് വരണം. പിന്നെ ഇത് വെജിറ്റേറിയൻ വേർഷനാണ്. അപ്പോൾ നിങ്ങൾക്കത് നോൺ വെജിറ്റേറിയൻ വേർഷൻ വേണം. നോൺ വെജിറ്റേറിയൻ എന്നല്ല, ഇതിലേക്ക് ചിലവർ മുട്ട ആഡ് ചെയ്യും, മുട്ട പൊരിച്ചിട്ട് ആഡ് ചെയ്യും. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും വേറൊരു ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മാവന്മാരൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അവർ പറയണത് ഒരു മുട്ട ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് എന്നാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയും ഉപ്പ് വേണോ വേണ്ടയോ എന്ന്. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് വേണം എന്ന് തോന്നുന്നുണ്ട്. എപ്പോഴും ലാസ്റ്റ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ നോക്കുക കേട്ടോ. കാരണം ആദ്യം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടിപ്പോയാൽ പിന്നെ പ്രശ്നമാണ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 അടുത്ത് ഞാൻ ചേർത്തിട്ടുണ്ട്. നോക്കിയിട്ട് നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈ നേരത്തൊക്കെ ഫ്ലെയിം ലോയിൽ വെക്കാൻ നോക്കുക. ഇതല്ലെങ്കിൽ വെറുതെ നമ്മുടെ പൊറോട്ട ഒന്ന് കരി പിടിച്ചു. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ മല്ലിയില ഉണ്ടല്ലോ, മല്ലിയില വേണമെങ്കിൽ മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എൻ്റെ ഇപ്പോൾ മല്ലിയില സ്റ്റോക്കില്ല. കൊറോണ ആയതുകൊണ്ട് അത്യാവശ്യം വേണ്ടപ്പോൾ മാത്രമേ പോയിട്ട് ഒറ്റയടിക്ക് ഒരു ട്രിപ്പിൽ പച്ചക്കറി വാങ്ങിച്ചിട്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മല്ലിയില സ്റ്റോക്കില്ലാത്തതുകൊണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടി മാത്രം പുറത്തേക്ക് ഇറങ്ങിയില്ല. അപ്പോൾ നമ്മുടെ കൈമൾ പൊറോട്ട അല്ലെങ്കിൽ കീമ പൊറോട്ട ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ നിങ്ങൾക്ക് രാത്രിത്തെ ഡിന്നറായിട്ട് വേണമെങ്കിൽ കഴിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്നാക്കായിട്ട് ഈവനിങ്ങിന് വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ബാക്കി വന്ന സാധനം എന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് വേസ്റ്റ് ചെയ്ത് കളയാൻ നിൽക്കരുത്. ഇനി ലാസ്റ്റ് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത്. ഒരു 1/4 സ്പൂണ് ചാട്ട് മസാല ഉണ്ടല്ലോ, അതാണ് ആഡ് ചെയ്ത് കൊടുക്കണം. കൂടുതൽ ആഡ് ചെയ്യരുത്. ഒരു 1/4 സ്പൂണ് നമുക്ക് ആ ഒരു
ആ ഒരു നല്ലൊരു പഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചാട്ട് മസാല ആഡ് ചെയ്യുന്നത്. നമ്മുടെ നാവിനൊരു പ്രത്യേക ടേസ്റ്റ് വരുമല്ലോ ചാട്ട് മസാല. അപ്പോൾ അതൊരു 1/4 ടീസ്പൂണിൽ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ സൂപ്പറായിട്ടുള്ള റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഉണ്ടാക്കിയിട്ടുള്ള കമൻസൊക്കെ ആൾക്കാർ താഴെ എഴുതാൻ പ്ലീസ്. അപ്പോൾ ഇനി എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയോ, നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ പെർഫെക്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് താഴെ കമൻസ് എഴുതാൻ മറക്കരുത്. നമ്മുടെ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ബൈ.